ഈ ലോകത്തിൽ രണ്ടു തരം സ്നേഹമുണ്ട്. ആത്മാർത്ഥമായ സ്നേഹവും അഭിനയിക്കുന്ന സ്നേഹവും. ഒരു ജന്മം അവസാനിക്കുമ്പോഴേക്കും ഇവ രണ്ടിലൂടെയും കടന്നു പോകുന്നവരായിരിക്കും അധികം മനുഷ്യരും. നിങ്ങൾക്ക് സന്തോഷവും സ്നേഹവും തരാത്ത വ്യക്തികളെയും കാര്യങ്ങളെയും മാറ്റി നിർത്താൻ ശ്രമിക്കുക. എന്തിനെയാണോ നിങ്ങൾ ഭയക്കുന്നത് അതിനെതിരെ തന്നെ നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങണം. കാരണം ചിന്തയിലൂടെയല്ല, പ്രവൃത്തിയിലൂടെയാണ് ആത്മവിശ്വാസവും ധൈര്യവും വളർന്നു വരുന്നത്. സ്വന്തം അനുഭവങ്ങൾ കൊണ്ടല്ലാതെ ആരും ആരെയും തിരിച്ചറിയില്ല. എത്ര സമ്പത്തുണ്ടെങ്കിലും അത് അനുഭവിക്കാൻ യോഗമില്ലാത്ത മനുഷ്യൻ ദരിദ്രന് തുല്യരാണ്. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ലെന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ തന്നെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. വേദനകൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ മാറ്റുന്നു. എല്ലാവർക്കും ഒരു കഥയുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ ആയിരിക്കുന്നതിന് ഒരു കാരണവുമുണ്ട്. സ്നേഹമുള്ള ഇടങ്ങളിൽ മടുപ്പുണ്ടാവില്ല, മടുപ്പുള്ള ഇടങ്ങളിൽ സ്നേഹവും ഉണ്ടാവില്ല. വിട്ടുനിൽക്കുക. സമയം കളയുന്ന കാര്യങ്ങളിൽ നിന്നും, ആരോഗ്യം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും, സമാധാനം ഇല്ലാതാക്കുന്ന ബന്ധങ്ങളിൽ നിന്നും. എന്നും കൂടെ ഉണ്ടാകും എന്ന് വാക്ക് നൽകി ഉപേക്ഷിച്ചു പോയവരെയല്ല, ഒരു വാക്കും നൽകാതെ ഒരു നിബന്ധനകളും വയ്ക്കാതെ കൂടെ നിൽക്കുന്നവരെയാണ് ചേർത്ത് നിർത്തേണ്ടത്. നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് പോലെ അവരും നിങ്ങളെ മനസ്സിലാക്കും എന്ന ചിന്ത വ്യർത്ഥമാണ്. പകരം 1000 പേർ വന്നാലും 1000-ൽ ഒരാൾക്ക് പോലും പകരമാവാൻ കഴിയാത്ത ചിലരുണ്ടാകും ജീവിതത്തിൽ. അവരെ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ട്. ആ കഥകളിൽ ഓരോ ശരികളുമുണ്ട്. മറ്റാർക്കും മനസ്സിലാക്കാനാവാത്ത അവരുടേതായ ശരികൾ. പലർക്കും മറ്റുള്ളവരുടെ ജീവിതം വെറും കളിപ്പാട്ടങ്ങൾ പോലെയാണ്. അവരുടെ ആഗ്രഹങ്ങൾ തീരുവോളം ഉപയോഗിക്കാനും അത് കഴിഞ്ഞാൽ ഉപേക്ഷിക്കാനുമുള്ള വെറും പാഴ്വസ്തുക്കൾ. ഒരു രോഗത്തേക്കാൾ ഭയം നിങ്ങളെ ഇല്ലാതാക്കും. അതിനാൽ ഭയത്തെ ഇല്ലാതാക്കി ധൈര്യത്തെ പുറത്തെടുക്കുക. ഒരു പുരുഷൻ ഒരു പെണ്ണിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഉറപ്പ് മരിക്കും വരെ നിന്റെ കൂടെ ഉണ്ടാകും എന്നതല്ല, ഞാൻ കാരണം നീ ഒരിക്കലും കരയേണ്ടി വരില്ല എന്നതായിരിക്കണം. സ്നേഹം നൽകാനുള്ളതാണ്, നടിക്കാനുള്ളതല്ല. ശരീരം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ചെയ്ത ദുഷ്പ്രവൃത്തിയുടെ ഫലം നല്ലതാകുമെന്ന് ആരും തന്നെ വിചാരിക്കരുത്.